നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ പട്ടിണി മരണം 5000 കടന്നു. ഇങ്ങനെ ഒരു വാർത്ത വരാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. അത്രമാത്രം പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. അതങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ യുദ്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ യുദ്ധ ഉപകരണങ്ങൾക്കും മറ്റുമായി ചെലവഴിക്കുകയാണ്, സൈനികർക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കൃത്യമായിട്ടുള്ള ഭക്ഷണം പോലും ഇല്ലാതെ പാകിസ്ഥാനിൽ നിരവധി പേർ മരിക്കുന്ന വാർത്തകൾ പുറത്തു വരാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ദാരിദ്ര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ അതൊന്നും വാങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകും. അത്രമാത്രം നാണക്കേട് വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുകയാണ് ഇടത് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് ഒപ്പം തന്നെ ജനവിരുദ്ധ വികാരത്താൽ പാർട്ടിയുടെ പ്രാധാന്യം കൂടെ കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടത് സർക്കാർ ഇപ്പോഴുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തവണ കൂടെ മത്സരിച്ചാൽ തങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല, തങ്ങളെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ കേരളത്തെ കൂടുതൽ കടത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് സർക്കാർ. കഴിവതും ജനങ്ങളുടെ പണം പുട്ടടിച്ചു തീർക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഇടത് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് കേരളം ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തെത്തും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇന്ന് നടക്കാൻ പോകുന്ന ലോക കേരള സഭ മാറും എന്നത് ഉറപ്പാണ്. അതായത് നിയമസഭാ സമ്മേളനത്തിനെ പോലും മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നിയമസഭാ ഫണ്ട് വകമാറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായി ഇന്ന് ലോക കേരള സഭ നടക്കാൻ പോകുകയാണ്. ലോക കേരള സഭ നടക്കുന്ന നിയമസഭയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാത്രം 35 ലക്ഷം രൂപയാണ് ഫണ്ട് വകമാറ്റിക്കൊണ്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പരിപാടിക്ക് നോർക്ക അനുവദിച്ച 3 കോടിക്ക് പുറമെ ഈ 35 ലക്ഷം രൂപ സ്പീക്കർ അനുവദിച്ചിരിക്കുന്നു എന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സാംസ്കാരിക പരിപാടിക്ക് 25 ലക്ഷം രൂപ, പുസ്തകം പ്രിന്റ് ചെയ്യാൻ വേണ്ടി 15 ലക്ഷം രൂപ, ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി 30 ലക്ഷം രൂപ. 4ാമത് ലോക കേരള സഭയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇത്തരത്തിൽ കോടികൾ ചിലവാക്കിക്കൊണ്ട് സർക്കാർ നടത്തുകയാണ്. ഇന്ന് പരിപാടി നടക്കുന്നുണ്ട്. ഈ മാസം 2 തവണയായിട്ട് 3 കോടി രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അനുവദിച്ചിരിക്കുന്നത്. 15-ാം തീയതി 2 കോടി രൂപയും 16-ാം തീയതി 1 കോടി രൂപയും ഈ പരിപാടിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചു. ആഗോള സാംസ്കാരിക ഉത്സവം എന്ന പേരിലാണ് 1 കോടി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ലോക കേരള സഭയിലെ സാംസ്കാരിക പരിപാടിക്ക് 25 ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ. പ്രോഗ്രാം കമ്മിറ്റിക്ക് സാംസ്കാരിക പരിപാടികളുടെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. ലോക കേരള സഭയുടെ ഭാഗമായി ഇറക്കുന്ന പബ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യുന്നതിന് മറ്റും അനുവദിച്ചിരിക്കുന്ന തുകയാണ് 15 ലക്ഷം. പരസ്യത്തിന് വേണ്ടി മാത്രം സർക്കാർ ചെലവിട്ടിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് 20 ലക്ഷം രൂപയാണ് ഈ ഒരു പരിപാടിയുടെ പേരിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള അംഗങ്ങളുമായി സഹകരിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം പരിപാടികളുടെ ഫോട്ടോ വീഡിയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് 30 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. ഭക്ഷണത്തിന് 10 ലക്ഷം, താമസത്തിന് 20 ലക്ഷം, വേദിയും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷം, എയർ ടിക്കറ്റിന് 5 ലക്ഷം, പബ്ലിസിറ്റിക്ക് 5 ലക്ഷം, മറ്റും ആവശ്യങ്ങൾക്ക് 20 ലക്ഷം. ഇങ്ങനെ ലോക കേരള സഭയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടിരിക്കുന്നത്. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 19 ലക്ഷം ഓഫീസ് ചെലവുകൾക്ക് നൽകും. ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ 50 ലക്ഷം അനുവദിച്ചു. ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം വേറെ. ഇത്രയെല്ലാം തുക ഇറക്കിയിട്ട് എന്തിനാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പരിപാടി നടത്തുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് ഒരു മറുപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഉണ്ടാകാൻ വെച്ചാൽ അങ്ങനെ ഒരു കാര്യം പറയാനില്ല. വെറുതെ ഒരു ആഡംബര പരിപാടി പോലെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി നടത്തുന്ന പരിപാടി എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ലോക കേരള സഭ കൊണ്ട് ഒരാൾക്കും ഒരു ഉപയോഗവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ സർക്കാർ ഓരോ ദൂർത്ത് പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തിക്തഫലം എന്ന് പറയുന്നത് അവസാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ അതിദാരിദ്ര്യം മൂലം, സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉണ്ടായിരിക്കുന്ന അതിദാരിദ്ര്യം മൂലം പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ ഇടത് സർക്കാർ കൊണ്ടെത്തിക്കും എന്നത് ഉറപ്പാണ്.